വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ശരീരമാകുന്ന ക്ഷേത്രത്തെപ്പറ്റിയും ശരീരത്തിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യമാകുന്ന ക്ഷേത്രജ്ഞനെക്കുറിച്ചും ഉപദേശിക്കുന്നു. പരമാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന 24 തത്വങ്ങളോടുകൂടിയ ക്ഷേത്രത്തെക്കുറിച്ച് 13-ാം അധ്യായം 1 മുതൽ 6 വരെ ശ്ലോകങ്ങളെ കൊണ്ട് വിവരിച്ചു. തുടർന്ന് 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് ശരീരത്തിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തിനെ അറിയാൻ നമുക്കുണ്ടാകേണ്ട ഗുണങ്ങളെ വിവരിക്കുന്നു. ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തെ ശുദ്ധമായ മനോബുദ്ധികൾ കൊണ്ടേ അറിയാൻ സാധിക്കുകയുള്ളൂ. മനോബുദ്ധികൾ ശുദ്ധമാകണമെങ്കിൽ നാം നേടേണ്ട ഗുണങ്ങളെയാണ് ഇവിടെ വിവരിക്കുന്നത്. അമാനിത്വമദംബിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹം ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം മനഃഹങ്കാര ഏവ ച ജന്മമൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇങ്ങനെ ജ്ഞാനപ്രാപ്തിക്കുള്ള ഗുണങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റേത് എന്ന അഹങ്കാരം ഇല്ലാതിരിക്കുക, വിനയത്തോടു കൂടിയിരിക്കുക, ആരെയും ദ്രോഹിക്കരുത്, സഹനശക്തിയോടും കാപട്യമില്ലാത്ത ബുദ്ധിയോടും കൂടിയിരിക്കുക, ഗുരുഭക്തിയും ഗുരുശുശ്രൂഷയും നിത്യമായി ചെയ്യുക, ഇന്ദ്രിയ നിയന്ത്രണങ്ങളോടും ഉറച്ച മനസ്സോടും കൂടി കർമ്മങ്ങൾ ചെയ്ത് ശരീരമനഃശുദ്ധി നേടുക, ജനന മരണ ജരാവ്യാധികളെക്കുറിച്ച് ചിന്തിച്ച് അവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരാരാധന മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക, ബന്ധുക്കളിലും വേണ്ടപ്പെട്ടവരിലും അധികം ഒട്ടാതിരിക്കുക, ഇഷ്ടം അനിഷ്ടം ഇവ വന്നു ചേരുമ്പോൾ മനസ്സിനെ സമമായി നിയന്ത്രിക്കുക, സദാ ഇളക്കമില്ലാത്ത ഭക്തി വളർത്തുക, പരിശുദ്ധ ദേശങ്ങളിൽ സ്വൈരമായി സഞ്ചരിച്ച് കഴിയുന്നതും ഏകാഗിയായി ജീവിക്കുക, അധ്യാത്മജ്ഞാനം നേടി മനസ്സാത്മാവിൽ ഉറപ്പിച്ച് സദാ ഈശ്വര സ്മരണത്തോടെ ജീവിക്കുക. ഈ മനോഭാവങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ ലൗകിക വിഷയങ്ങളിൽ നിന്ന് മനസ്സ് ഉൾവലിഞ്ഞ് ശുദ്ധമായി ആത്മചൈതന്യത്തെ അറിഞ്ഞടുക്കുകയുള്ളൂ. 13-ാം അധ്യായത്തിൽ 5 ശ്ലോകങ്ങളെ കൊണ്ട് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ട മാർഗങ്ങളെ ഭഗവാൻ ഉപദേശിച്ചു. തുടർന്ന് നാം അറിയേണ്ട വസ്തുവായ ജ്ഞേയ വസ്തുവായ പരമാത്മാവിനെക്കുറിച്ച് വിവരിക്കുന്നു. 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ കൊണ്ട്. സർവദ പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. എല്ലായിടത്തും കൈകാലുകളോടും കണ്ണുകൾ ചെവികളോടും ഇന്ദ്രിയങ്ങളോടും കൂടി വ്യാപിച്ചിരിക്കുന്നു പരമാത്മാവ്. സകല ജീവാത്മാക്കളും ഒന്നിച്ച് പരമാത്മാവിൽ നിലകൊള്ളുന്നു എന്ന് വിശ്വരൂപ ദർശനത്തിലൂടെ നാം മനസ്സിലാക്കി. സകല ജീവാത്മാക്കളുടെയും അവയവങ്ങളോടുകൂടി ലോകം മുഴുവൻ ആത്മചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. ഈ ഇന്ദ്രിയങ്ങളെല്ലാം ആത്മചൈതന്യത്താൽ പ്രവർത്തിപ്പിക്കപ്പെടുന്നു. എങ്കിലും ആത്മാവിന് ഇന്ദ്രിയങ്ങളോ അവയുമായി ബന്ധമോ ഇല്ല. സ്വയം ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്തതും എന്നാൽ എല്ലാ ജീവാത്മാക്കളുടെ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ഗുണങ്ങളൊന്നുമില്ലാത്തതും എന്നാൽ ഗുണങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുന്നതുമാണ് ആത്മചൈതന്യം.
വിദ്യുച്ഛക്തി ഫാനിലൂടെ കാറ്റായും ബൾബിലൂടെ പ്രകാശമായും കാണുന്നു എങ്കിലും വിദ്യുച്ഛക്തിക്ക് ബൾബുമായോ ഫാനുമായോ ബന്ധമൊന്നുമില്ല. അതുപോലെ ഒന്നിനോടും ചേരാത്തതും എന്നാൽ എല്ലാറ്റിനും ആശ്രയവുമാണ് പരമാത്മാവ്. ഒരേ ബ്രഹ്മം തന്നെ എല്ലാ ശരീരത്തിലൂടെയും പ്രകാശിക്കുന്നു എങ്കിലും, അതായത് അവിഭക്തമാണ് എങ്കിലും, നമുക്ക് വേറെ വേറെ ശരീരത്തിലൂടെ കാണുമ്പോൾ വേറെ വേറെയായി തോന്നുന്നു. എല്ലാ ജ്യോതികളുടെയും ആശ്രയമായ ജ്യോതിസ്ഥാനമാണ് ആത്മചൈതന്യം. അത് ഏകമായി പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ജ്യോതിഷാമപി തജ്ജ്യോതി തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ജ്ഞാനവും ജ്ഞാനം അറിയാനുള്ള മാർഗവും ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ട സ്ഥാനവും എല്ലാം ഒരേ പരമാത്മ ചൈതന്യം തന്നെ. അത് എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ക്ഷേത്രജ്ഞന്മാരെക്കുറിച്ചുള്ള ഈ ജ്ഞാനം നേടി എന്നെ ഭജിക്കുന്നവൻ എന്നെ വന്ന് പ്രാപിക്കും എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു തരുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.